ദൈവം കൊടുക്കുന്ന ദാനത്തിലൊന്നാണ് ധനം. ഈ ധനം വന്നു കഴിഞ്ഞാൽ ഈശ്വരക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് കർത്താവിന് അറിയാം. ഇതുകൊണ്ടാണ് നാം വായിക്കാം ആ മത്തായിയുടെ സുവിശേഷം 19 ആ 23 പട്ടത്ത് വായിച്ചാൽ, യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇതിനകത്ത് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? എല്ലാവരും ആർക്ക് സാധിക്കും? ബുദ്ധിയുള്ള ചോദ്യം. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, മനുഷ്യർക്ക് സാധിക്കില്ല, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധിക്കും. കൃപ വരുമ്പോ എല്ലാം സാധിക്കും. കണ്ടോ? അത് തന്നെയാണ് മർക്കോസ് സുവിശേഷം 10:27. ദൈവത്തിന് എല്ലാം സാധിക്കുന്നു. ലൂക്ക 18:27 ദൈവത്തിന് എല്ലാം സാധിക്കുമെന്നുള്ളത്. ലൂക്ക 1:37 ദൈവത്തിന് എല്ലാം സാധിക്കും. അതുകൊണ്ടാണ് മാതാവിലെല്ലാം ദൈവം തന്നെ വന്നത്. ശക്തി ആ ദൈവം നിങ്ങളിലോട്ട് വന്നാലോ, വചനം നിങ്ങളിൽ വരുമ്പോഴും നിങ്ങൾ കൊച്ചുദൈവങ്ങളായി. പഴയ എല്ലാം മാറി, മതത്തിനൊക്കെ മാറി. പിന്നെ പണ്ടത്തെ ആളാണെന്ന് കരുതി കിടന്ന അളകിയല്ല. പണ്ട് പ്രാർത്ഥന കൂടുമ്പോയി വചനത്തിന് ശക്തിയില്ലാതെ വാചനം വന്ന് നിറയുമ്പോൾ യോഹന്നാൻ 10:34-35 വ്യത്യാസം വന്ന് ശക്തി വന്നോ? 1 യോഹന്നാൻ 2:14 കൃഷ്ണനെ തോൽപ്പിച്ചിരിക്കുന്നു. കൃഷ്ണനൊക്കെ താഴെ പോകും, സകലത മുട്ടുമുടക്കും. ഫിലിപ്പിയർ 2:9-11 റോമ എവിടെയുണ്ട്? 14 വാക്യം എല്ലാ മുട്ടുകളും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും. ഈ ആത്മീയ ശക്തി വരാനാണ് ഈ സങ്കീർത്തനങ്ങൾ വായിക്കണമെന്ന് പറയുന്നത്. ആത്മാവിന് ശക്തി കിട്ടാൻ പ്രയാസങ്ങളൊക്കെ എപ്പോഴാണ് കൂടുതൽ വനങ്ങൾ വായിക്കേണ്ടത്. ഇത് പ്രയാസമുള്ളപ്പോൾ മാറി കട്ടലയിൽ കിടന്ന് കരഞ്ഞും കണ്ട് തലേനെടുത്ത് തലയിൽ മോളിൽ വിട്ട് ഇടയ്ക്ക് പുറത്തുള്ള മോടിയും കിടക്കും. പ്രയാസമുള്ളപ്പോൾ എഴുന്നേക്കയില്ല. കണ്ടോ? ആ പ്രയാസമുള്ള സമയത്താണ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്. കണ്ടോ? അപ്പോഴാണ് കർത്താവിന്റെ കൃപ കൂടുതൽ വരുന്നത്. ഇല്ലേ? ദുരിതം ദുഃഖം അനുഭവിക്കുന്നവർക്കാണ് കർത്താവ് കൂടുതൽ കൊടുക്കുന്നത്. ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കും. അതാണ് റോമ 5:20 പാപത്തിന് മുകളിലാണ് കൃപ. നമുക്ക് ആവശ്യം കൃപയാണ്. കണ്ടോ? അതുകൊണ്ടാണ് ധനവാൻ കടക്കലെന്ന് എല്ലാം പറയുന്നത്. 1 തിമോത്തി 6 തൊട്ട് 10 വരെ എന്താണെന്നും 17 വാക്യം എന്താണെന്നും 2 വായിച്ചു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തെ അറിയിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക. സങ്കീർത്തനം 49:17 വാക്യത്തിൽ അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല, അവന്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല. ഒരു മഹത്വം അനുഗമിക്കുകയില്ല. കേട്ടോ? മഹത്വത്തിൽ പോയപ്പോ പോയി മനസ്സിലായത്. ആത്മാവിനാണ് ദൈവം അഭിലഷിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായി 16:26 യാക്കോബ് 4:5 ദൈവം ആത്മാവിനെ അഭിലഷിക്കുന്ന അസൂയയുടെ ദൈവം തന്നു, ദൈവം ജോബ് 1:21 ആത്മാവിനെ ദൈവമാണ് നിവേശിപ്പിക്കുന്നത്. കണ്ടോ? പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിക്കുന്നില്ല. എവിടെയാണ്? യോഹന്നാൻ 20:19-22 ആ നിശ്വാസിച്ചപ്പോ. അതുകൊണ്ടാണ് അതിലൊരു കൃപയുണ്ടെന്ന് പറയുന്നത്. 2 കേട്ടോ? ജീസസിനെ നാം പറഞ്ഞ് ആ കൃപയുള്ളവർക്കേ പറ്റുള്ളൂ. അല്ലെങ്കിൽ
പുതിയ അവരടിയായിരിക്കുന്നുണ്ട്. മണ്ണ് വലിയ നേതാവോ വിശ്വസിച്ചിട്ട് ബന്ധിക്കാതിരുന്നപ്പോ നിങ്ങളെ കണ്ടതാണ്. ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കും, ഈശോ തന്നെ പഠിപ്പിക്കും. ആരും പഠിപ്പിക്കുന്ന നിങ്ങൾ വചനത്തിൽ വന്നാല്, നിങ്ങൾ വചനത്തിൽ വന്നാല് പിന്നെ ദൈവം നിങ്ങളെ വഴികാട്ടാനാണ് ചിലത്. അതിനാണെങ്കിൽ ദൈവം എടുത്തിട്ട് 10,000 ഉപദേഷ്ടാക്കളുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആത്മീയർ വന്നോളന്ന് 1 Corinthians 14-17 പ്രഭാഷകൻ ഇവിടെ പറയുന്നുള്ളത് 37-ാം അധ്യായത്തിൽ 7-15 വനത്തില് അനേക ഉപദേഷ്ടാക്കളുണ്ടാവും. ചില ഉപദേഷ്ടാക്കൾ നിങ്ങൾ വാഞ്ചിച്ചത് സ്വാർത്ഥലാഭമായിരിക്കും. അതാണ് ഈ ധനമോഹം വരുമ്പോഴാണ് വിശ്വാസത്തിൽ നിന്നെല്ലാം വ്യതിചരിക്കുന്നത്. സകലരും കണ്ടോ, പലരിങ്ങനെ ഓടികൾക്ക് പണം ഉണ്ടാക്കാൻ അവസാനം ചെറുങ്ങിയ പലരെ വനം കണ്ടാണ്. ഭാര്യ പറയും പോയി ഉണ്ടാക്കണോ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇട്ടിക്കുകയല്ല, ഇരുത്തിയല്ല. പുള്ളി ഓട് പണം ഉണ്ടാക്കണം, ഉണ്ടാക്കി വരുമ്പോൾ പണിവെച്ച് എങ്ങനെ വെച്ചു. താനിടാത്ത മുണ്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. അന്യായമായിട്ടാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ പിടിച്ച് കുറച്ച് അവിടെ എടുത്ത് കള്ള ഡോക്യുമെന്റ് മുദ്രക്കല്ലാസിൽ അരി ഒപ്പിടിച്ചു മേടിക്കും ഇല്ലേ. 1000 രൂപ 1 ലക്ഷം രൂപ ചേർത്ത് കേസ് ഫയൽ ചെയ്ത് ഇല്ലേ. എത്ര പേര് ചേർന്നില്ല ഇല്ല, പല സ്ഥലങ്ങളിലും പഴയ കാലങ്ങളിലേക്ക് അതായിരുന്നു മുഴുവൻ സമ്പാദിച്ചോർത്തിയത്. കാരണം അങ്ങനെ സമ്പാദിക്കുന്നതെല്ലാം ഇങ്ങനെ അവസാനിക്കുന്നത്. ഇതെല്ലാം വചനമാണ് പറയുന്നത്, വചനത്തിൽ കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് യാക്കോബ് ഭയങ്കര വൈരാഗ്യമല്ല, ഒരു നല്ല ശാസനയോടെ യാക്കോബ് 5 ആ 1 തൊട്ട് 6 വനത്തില് ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അത് വചനങ്ങൾ കേട്ട് വരുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. ആ വചനങ്ങൾ എടുക്കുമ്പോൾ ലൂക്ക 12 13 തൊട്ട് ആ 21 വചനത്തില് ഈശോ ഉപമ പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാൻ വളരെ നല്ലതാണ്. കാരണം പല ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്കൊരു സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി എന്റെ ആത്മാവിന് നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവരും. ഇതുകൊണ്ടാണ് ഈശോ മത്തായി 6 ആ 19 24 വരെ നമുക്ക് കാണുന്നത്. 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും.
രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഇന്നത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. നാളത്തെ ആലോചിച്ചിരിക്കേണ്ട എന്തോ എബ്രായർ 13:5 വിശുദ്ധ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സംഘത്തിൽ നിന്ന് ഉപേക്ഷിക്കാനുള്ള ഈ ആഗ്രഹം വിട്ടുകളഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഈ ദ്രവ്യാസക്തി ഒരു വിഗ്രഹാരാധന തന്നെ ഒരു പ്രോസസ് മൂല്യാനിച്ചു. ഇത് പലരും വേണ്ടിയല്ല. കാരണം എന്തുകൊണ്ടാണ് വേണ്ടത്? അവർക്ക് തന്നെ കൊടുക്കും. ദ്രവ്യാസക്തി വിഗ്രഹാരാധന, ഏറ്റവും വലിയ വിഗ്രഹാരാധന ദ്രവ്യാസക്തിയാണ്. അത് വന്നാൽ പിന്നെ ഒന്നും നിൽക്കുക, ഭജനവും നിൽക്കുക, ഒന്നും നിൽക്കുക, പിന്നെ കവലതുലയും മാറും. പലരും പറ്റിക്കാൻ എങ്ങനെ മാറും? ഇത് മാത്രം പണം ഉണ്ടാക്കുക, ആ വിചാരത്തിൽ വരും. അപ്പൊ കർത്താവ്